പ്രേമ, ഈ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകം ഒരു വലിയതെന്നല്ല സാമ്പത്തിക തകർച്ചയിലേക്ക് പോകുമെന്ന് IMFന്റെ റിപ്പോർട്ട് വന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇത്തരത്തിൽ ഈ സാമ്പത്തിക മാന്ദ്യം വരുമ്പോൾ അത് അമേരിക്കയെ എത്ര കണ്ട് ബാധിക്കും? അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മുടെ അനുഭവത്തിൽ ഇത്തരത്തിലുള്ള 2 പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞു. ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യം മുമ്പ് വന്നതാണ്. അന്നാണ് നമ്മൾ ഈ കൂട്ടപ്പിരിച്ചുവിടൽ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളടക്കമുള്ളവർ ധാരാളമായിട്ട് വന്നത്. അതിനുശേഷം വന്നൊരു സാമ്പത്തിക മാന്ദ്യം ഈ കൊറോണ കാലത്താണ്. അപ്പോൾ ഇതിനേക്കാൾ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. IMF അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. 2027 ഒരു പരീക്ഷണഘട്ടമായിരിക്കും. അതിൻ്റെ കാരണങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ട്. വലിയ രീതിയിലുള്ള യുദ്ധം നടക്കുന്നു. അതുകൂടാതെ യുദ്ധം മാത്രമല്ല, അതിൻ്റെ അനന്തരഫലമായിട്ട് വിപണിയിൽ വലിയ പ്രശ്നങ്ങൾ, അത് എണ്ണ വിപണിയിൽ, അതേപോലെ തന്നെ ഈ ഓഹരി വിപണിയിലും പ്രശ്നങ്ങളുണ്ടാകുന്നു. സ്വർണത്തിൻ്റെ വില കയറി ഇറങ്ങിപ്പോകുന്നു. നമ്മുടെ ക്രൂഡ് ഓയിൽ വിലയും ഈ ഉപരോധം പിൻവലിക്കുമ്പോൾ കുറഞ്ഞു, പിന്നെ പെട്ടെന്ന് കൂടി. അപ്പോൾ ഇത് എല്ലാം തന്നെ ആത്യന്തികമായിട്ട് അടുത്ത സാമ്പത്തിക വർഷം അല്ലെങ്കിൽ 2027 ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അത് IMF അവരുടെ ഒരു 2 വർഷം കൂടുമ്പോൾ ഒരു അവലോകന റിപ്പോർട്ട് പുറത്തിറക്കും. അതിൻ്റെ ആ അവലോകന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രഡിക്ഷൻ നടത്തുന്നത്, അടുത്ത വരാൻ പോകുന്ന സംഗതി എന്താണ്. അപ്പോൾ അത് പ്രകാരം ഈ ആഗോള ഇത് വളർച്ചാ നിരക്കുണ്ടല്ലോ, ലോക സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക്, അത് കുറവാണ്. നേരത്തെ പ്രവചിച്ചതിനേക്കാൾ കുറഞ്ഞ നിരക്ക്. നമ്മൾ 2027 പ്രതീക്ഷിച്ചത് ഏതാണ്ട് 3.3% വളർച്ചാ നിരക്കാണെങ്കിൽ അത് 3.2 വരാൻ പോകുന്നത്. അതായത് 0.1 കുറയും. അപ്പോൾ വെറും 0.1 എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കരുതും അതൊരു നിസ്സാര സംഖ്യയല്ലേ എന്ന് കരുതും. പക്ഷേ ഇത് ലോകത്തെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ അതൊരു വൻപൻ തകർച്ചയാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരു പ്രഡിക്ഷൻ നടത്തുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിൻ്റെ കാരണങ്ങൾ സ്വാഭാവികമാണല്ലോ. എന്തുകൊണ്ട് അവർ അങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്താനായിട്ട് അവരുന്നയിക്കുന്ന പ്രധാന കാരണം, നമ്മൾ കരുതുന്നത് ഇപ്പോൾ ഇറാനും അമേരിക്കയുമായിട്ടുള്ള ഒരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പ്രശ്നപരിഹാര ചർച്ചകൾ നടക്കുന്നു. അതിപ്പോൾ അലസിപ്പിരിഞ്ഞു, അത് തുറന്ന യുദ്ധത്തിലേക്ക് പോകുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതൊരു ട്രംപ് പുലിവാല് പിടിച്ച് നിൽക്കുകയാണ്, എത്രയും പെട്ടെന്ന് അയാൾ അവിടെ നിന്ന് ഇട്ടിട്ട് പോകും. കാര്യം വലിയ രീതിയിൽ അവർക്ക് സാമ്പത്തിക ചെലവുണ്ട്, നാണക്കേടുണ്ട്. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കുമെന്നാണ് നമ്മൾ പൊതുവെ വിലയിരുത്തുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയവർ അനുമാനിക്കുന്നത് കുറഞ്ഞതൊരു 10 വർഷത്തേക്കെങ്കിലും അമേരിക്ക ഇറാനിൽ കയറി കളിക്കും എന്നാണ്. അമേരിക്ക ഇതിനു മുമ്പ് നടത്തിയ യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇടപെടലുകൾ നമുക്ക് സമ്പൂർണ്ണ അധിനിവേശം ഇറാഖിൽ കയറി ഇടപെട്ടിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ കയറി ഇടപെട്ടു. ഇതൊക്കെ തിക്താനുഭവങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും പാഠം പഠിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഇറാനിലും ഒരു യുദ്ധം എന്നതിനപ്പുറം സമ്പൂർണ്ണമായ സൈനിക അധിനിവേശത്തിന് അമേരിക്ക മുതിരും. കാരണം ഇറാനിൽ അത്രയ്ക്ക് വലിയ എണ്ണ സമ്പത്തുകളുണ്ട്. അവർ യുദ്ധപ്രഖ്യാപനം നടത്തുന്നതിന് മുമ്പ് അവരുടെ ലക്ഷ്യമായി പറഞ്ഞത് അവിടെ ഒരു അധികാരമാറ്റം ഉണ്ടാക്കുക, റെജീം ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് യുദ്ധം തുടങ്ങിയത്. പക്ഷേ വാസ്തവത്തിൽ മനസ്സിലിരിപ്പ് അവിടുത്തെ എണ്ണപ്പാടങ്ങൾ കൈക്കലാക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ ഖാർഗ് എന്ന് പറയുന്ന ഒരു ദ്വീപ് വളരെ സെൻസിറ്റീവ് ഏരിയ ആണ്. ഇറാൻ്റെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപം ഏതാണ്ട് 90% അവിടെ നിന്നാണ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അത് അവിടെ കൈയടക്കുക അല്ലെങ്കിൽ അവിടെ തുടർച്ചയായിട്ട് ബോംബിടുക എന്നതിലൂടെ അല്ലെങ്കിൽ അവിടെ പൂർണ്ണമായി കൈയടക്കുക എന്നതിലൂടെ അമേരിക്ക ഇതിനോടകം തന്നെ അവരുടെ നയം വ്യക്തമാക്കി. അവർ വെറും ഒരു അധികാരമാറ്റമല്ല, സമ്പത്ത് കൊള്ളയടിക്കലാണ്. അപ്പോൾ സമ്പത്ത് കൊള്ളയടിക്കാനാണെങ്കിൽ ഇത്തിരി സമയമെടുത്ത് കൊള്ളയടിക്കേണ്ടി വരും. അപ്പോൾ അതിനവിടെ സമ്പൂർണ്ണമായ സൈനിക അധിനിവേശം അങ്ങനെയാണെങ്കിൽ ഒരു 10 വർഷം വരെ നീളുമെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ അനന്തരഫലമായിട്ട് എണ്ണ വിപണിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. എണ്ണ വിപണി, എണ്ണ വില ഇപ്പോൾ തന്നെ വലിയ ഭാഗ്യത്തിന് ഇന്ത്യയിൽ മാത്രമാണ് നമ്മുടെ ചില്ലറ വിൽപ്പന. ചില സ്വകാര്യ കമ്പനികൾ, ഇപ്പം നയര പോലെയുള്ള കമ്പനികൾ എണ്ണ വില കൂട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സർക്കാർ ഇടപെട്ട് തീരുവ കുറച്ചതുകൊണ്ട് നിലവിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പക്ഷെ അത് ശാശ്വതമല്ല. ഒരു പരിധിക്കപ്പുറം സർക്കാരിന് അത് നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം ഇത് നമ്മുടെ പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ വാങ്ങുന്ന വിലയേക്കാൾ കുറച്ച് നമുക്ക് വിൽക്കാനും പറ്റില്ല. അത് വലിയ കമ്പനികൾ അത് ഇടപെടുകയും ചെയ്യും. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറം നമുക്കും അത് ബാധകമാണ്. ഈ യുദ്ധത്തിന്റെ നമ്മളും അതിൽ പങ്കാളികളാകുന്ന അല്ലെങ്കിൽ അതിന്റെ ചെറുതായിട്ടൊക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെ, നമ്മൾ ഈ പാചകവാതകം അടക്കമുള്ള പ്രതിസന്ധികളുണ്ട്. അപ്പം ഇത് കൂടാതെ ഇങ്ങനെ ഒരു ക്രൈസിസും കൂടി ഉണ്ടാകും.
അപ്പോൾ ഇതിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു അതിന്റെ ഞാൻ ആദ്യം ചോദിച്ചതിന്റെ പിന്നെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു, അത് ഇനിയും എന്തെങ്കിലും ബാക്കി അവശേഷിക്കുന്നുണ്ടോ ഈ പറയുന്ന കാര്യം? അല്ല, ഇതില് ഈ IMFന്റെ റിപ്പോർട്ടിൽ തന്നെ ഇതിന്റെ നേരെ ഘടകവിരുദ്ധമായ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പൊ ലോകത്ത് ഇത്ര വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് 2027 പോകുമെന്ന് പറയുന്ന അതേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ പക്ഷേ, അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അതെ, ഇന്ത്യക്ക് ഇന്ത്യയുടെ വളർച്ചാ നിരക്കില് കുറവല്ല, കൂടും. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. അതെ, അത് പെട്ടെന്ന് അങ്ങനെ ഒരു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടും എന്ന് കാണുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? അതാണ് എനിക്ക് എന്റെ ചോദ്യമായിട്ട് ഞാൻ മനസ്സിലായത്. അത് പല കാരണങ്ങൾ. നിലവിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തേക്കുന്നത് 6.5% ആണ്. പക്ഷെ നമ്മൾ നിലവിൽ 2027 ഉണ്ടാകാൻ പോകുന്ന 6.5% വളർച്ചാ നിരക്ക് ഉണ്ടാകുമെന്ന് പറയുന്നു. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത 6.4 നേരിയ വർധനവ് ഇന്ത്യക്ക് ഉണ്ടാകും. അപ്പോൾ നമ്മൾ സാമാന്യം ചിന്തിക്കും, ഇത്ര വലിയൊരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമ്മൾക്കും അത് ബാധകമാകുന്നതല്ലേ. പക്ഷേ നമുക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ അതിനിടയിൽ സംഭവിച്ചു. ഒന്ന്, നമ്മുടെ ആഭ്യന്തര വിപണി വളരെ സ്ട്രോങ് ആണിപ്പോൾ. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവേ ഉള്ള സാമ്പത്തിക വ്യവസ്ഥ നോക്കുമ്പോൾ നമ്മുടെ ആഭ്യന്തര വിപണി വളരെ സ്ട്രോങ് ആണ്. അതിന് കാരണക്കാരനായത് അമേരിക്കയാണ്. അതിന്റെ കാര്യം ഇടക്ക് അമേരിക്ക ഇന്ത്യക്കെതിരെ ഒരു വിരോധം, വ്യാപാര നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തില്ല, അങ്ങോട്ട് കയറ്റുമതി. അതെ, 50% വരെ താരിഫ് ഏർപ്പെടുത്തിയ ഒരു സമയം ഉണ്ടായിരുന്നു. അതെ, ഇപ്പൊ അത് ഏതാണ്ട് 10% മറ്റോ വല്ലാണ്ട് കുറച്ചിട്ടുണ്ട്. വളരെ സ്നേഹിതരായിട്ട്. അപ്പൊ ഇത് ഇപ്പൊ ഇന്ത്യയിലെ വ്യവസായ മേഖലയ്ക്ക് വലിയൊരു ഉണർവ് നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ അതെ, ഇപ്പൊ വ്യവസായ രംഗം വളരെ സജീവമാണ്. അപ്പൊ അത് ഒരു രംഗം. കൂടാതെ നമ്മുടെ സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള ഒരു നയം, പരമാവധി കയറ്റുമതി അതേപോലുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അടക്കമുള്ള നയം, അതും വളരെ നിർണായക സംഗതിയാണ്. കൂടാതെ നമ്മൾ പെട്ടെന്ന് ഞൊടിയിടയിൽ ഒരു സമ്പദ് ശക്തിയായിട്ട് വന്ന ഒരു രാജ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടായി. നമ്മൾ ഈ കൊറോണ കാലത്തും നമ്മൾ അതിജീവിച്ചു. ആഗോള സാമ്പത്തിക മാന്ദ്യം ഉണ്ടായപ്പോഴും നമ്മൾ അതിജീവിച്ചു. അതിൻ്റെ കാരണം നമ്മുടെ മൊത്തത്തിലുള്ള സമ്പദ്ഘടനയെ പിടിച്ചു നിർത്തുന്നത് ഈ ദേശസാൽക്കരിക്കപ്പെട്ട ബാങ്കുകൾ ഒരു നിർണായക ഘടകമാണ്. മറ്റ് പല രാജ്യങ്ങളിലും സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പെട്ടെന്ന് അവർക്കൊരു ബാക്കിംഗ്, സർക്കാരിൻ്റെ പിന്തുണ ഇല്ലാത്തതുകൊണ്ട്, ഒരു ബാക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അവരൊരു ക്രൈസിസിൽ പെടും. പക്ഷെ നമുക്കങ്ങനെയല്ല. സർക്കാർ നിയന്ത്രിതമായത് കൊണ്ട് തന്നെ ആ കാര്യത്തിലൊരു പെട്ടെന്നൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകില്ല. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മുൻനിർത്തിയാണ് നമ്മൾ പൊതുവെ ഈ ഒരു മാന്ദ്യത്തിലേക്ക് പോകില്ല എന്ന് നമ്മൾ പൊതുവിൽ കരുതുന്നത്. ഇതിനിടയിൽ ചെറിയ ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ 2027 കാര്യമാണ്. 28 എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം ലോകം മുഴുവൻ ക്രൈസിസിലോട്ട് പോയാൽ ആ ഒരു പ്രഡിക്ഷൻ വന്നിട്ടില്ല. ചിലപ്പോൾ അത്ര ഗുരുതരമായൊരു പ്രതിസന്ധിയിലാണെങ്കിൽ അതും നമുക്ക് അതുവരെ എത്തില്ല എന്ന് ലോകരാഷ്ട്രങ്ങൾ പ്രതീക്ഷിക്കാം. അതെ, എത്തില്ല അല്ല അങ്ങനെ വലിയൊരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ നമുക്ക് മാത്രമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാനും പറ്റും. പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകണ്ട. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പണി കിട്ടാൻ പോകുന്നത് അമേരിക്കയ്ക്കാണ്. ഇപ്പോൾ അവർ പ്രശ്നമൊക്കെ നടത്തുന്നുണ്ടല്ലോ. ഈ അവർ വെനസ്വേലയിൽ നിന്ന് അവർ വലിയ രീതിയിൽ എണ്ണപ്പാടമൊക്കെ സുരക്ഷിതമാക്കി വെച്ചിട്ടാണ് അവർ ഇറാനിൽ കയറി പണിയുന്നത്. അപ്പോൾ അവിടുന്ന് എണ്ണ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് വെനസ്വേലൻ എണ്ണ ഉണ്ട്, പിന്നെ അവർക്ക് കരുതൽ ശേഖരവും ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നൊരു മൈൻഡ് ആയിരിക്കും അമേരിക്കയ്ക്കുള്ളത്. പക്ഷേ അവരുടെ ഈ ഡോളർ എന്ന് പറയുന്ന സാധനം വലിയ രീതിയിൽ വെല്ലുവിളി നേരിടും ഇതിനിടയിൽ. കാര്യം ഈ ഒരു വലിയ ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ ഡോളറിന് പോലും പറ്റില്ല എന്ന് പറയുന്നു. അതിലേക്ക് നയിക്കുന്ന ചില സംഗതികൾ കൂടി ഇതിനിടയിൽ പറഞ്ഞു വെക്കാം. ഈ സൗദി അറേബ്യയുടെ ഒരു നിർണായക തീരുമാനം വന്നു. ഈ പെട്രോ ഡോളർ എന്നും പറഞ്ഞാൽ കഴിഞ്ഞ 50 വർഷം മുമ്പുള്ള എന്തൊരു കരാറുണ്ട് സൗദി അറേബ്യയും അമേരിക്കയുമായിട്ട്. അപ്പോൾ അത് പ്രകാരം ഈ സൗദി അറേബ്യയിൽ നിന്ന് എണ്ണ വിറ്റാൽ കിട്ടുന്ന ഡോളർ മുഴുവൻ അമേരിക്കൻ ബാങ്കുകളിൽ നിക്ഷേപിക്കും എന്നതായിരുന്നു അവർ തമ്മിലുള്ളൊരു ധാരണ. തൽക്കാലം ആ കരാർ പുതുക്കേണ്ടതില്ല. കാരണം ഈ ഡോളറിനെ അമേരിക്ക ഒരു വിലപേശൽ സാധനമായിട്ട് ഉപയോഗിക്കുന്നു എന്നൊരു സൗദിയാണ് അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്. അതെ, ഒരു വിലപേശൽ, അതായത് ഡോളറിനെ വെല്ലുവിളിച്ചാൽ തീർത്ത് കളയും എന്ന തരത്തിൽ അമേരിക്ക നിലപാടെടുക്കുന്ന അവർക്ക് അത്രക്കും സൂചിച്ചിട്ടില്ല. കൂടാതെ ഈ സമയം തന്നെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യ, ഡോളർ രഹിതമായിട്ടുള്ള ഇടപാടുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡോളറിന് ബദലായിട്ട് ചൈനീസ് കറൻസി യുവാൻ, അത് വലിയ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ കാര്യത്തിൽ ഇന്ത്യ റഷ്യ വ്യാപാരം, കാര്യം റഷ്യയും ഇന്ത്യയും സ്വന്തം കറൻസിയിൽ ഇടപാട് നടത്തണം എന്നൊരു നിലപാടുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഒരു പരിധിവരെ റഷ്യ യുവാനിലും ഇന്ത്യക്ക് വേണ്ടി ട്രേഡ് നടത്തുന്നുണ്ട്. ഇതുകൂടാതെ
ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഇപ്പോൾ നമ്മുടെ സ്വന്തം കറൻസി ഇപ്പോൾ അത് വ്യാപാരത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അതിൻ്റെ ലഭ്യതയൊക്കെ ഉറപ്പുവരുത്തണം. അപ്പോൾ റിസർവ് ബാങ്ക് അടക്കം ഇന്ത്യയിലെ ഇടപാടുകാർക്ക് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട്, പരമാവധി പ്രാദേശിക കറൻസിയിൽ ഇടപാട് നടത്താൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഡോളർ എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി വലിയ രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും. ഇത്ര വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ലോകം പോയാൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതോടുകൂടി അമേരിക്കയുടെ ആധിപത്യം ഏതാണ്ട് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കാര്യം ഡോളർ തീർന്നാൽ പിന്നെ അമേരിക്കയില്ല. അതത്ര എളുപ്പമല്ല, ഈ പറയുന്ന അത്ര സുഖകരമായിട്ട് നടക്കണമെന്നുമില്ല. പക്ഷേ അതിൻ്റെ സാധ്യത തള്ളിക്കളയാനാകില്ല. കാര്യം അമേരിക്ക ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയ അമേരിക്കയെ വീണ്ടും ആശ്രയിക്കുക എന്നൊരു ധാർമ്മിക പ്രശ്നം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് മറ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി തീർച്ചയായിട്ടും ചൈനയാണ്, അത് കഴിഞ്ഞാൽ ഇന്ത്യയാണ്. നിലവിൽ ഇപ്പോഴും നമ്മുടെ രാജ്യം ആഗോള സാമ്പത്തിക വളർച്ചാ നിരക്കിൽ ഏതാണ്ട് 3-ാം സ്ഥാനത്ത്. നമ്മൾ സംസാരിച്ച് അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും ഒപ്പം അമേരിക്കയുടെ ഈ ഒരു ഡ്രോബാക്ക്, അമേരിക്കക്ക് ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ഡ്രോബാക്കിനെ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അതായത് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു സുവർണാവസരം വന്നിട്ടുണ്ട്. കാര്യം നിലവിൽ നമ്മളൊരു പ്രതിസന്ധി അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഈ 2027 കാര്യം. പക്ഷേ അമേരിക്കയിൽ രാഷ്ട്രീയ പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായാൽ അവിടെ ഭരണ അസ്ഥിരതയ്ക്കും സാമ്പത്തിക തകർച്ചയ്ക്കും വഴിവെക്കും. ട്രംപ് വലിയ രാഷ്ട്രീയ സമ്മർദ്ദം സ്വന്തം നാട്ടിൽ നേരിടുന്നുണ്ട്. അപ്പോൾ പരമാവധി തൻ്റെ പിന്നിൽ ആളുകളെ അണിനിരത്താൻ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ യുദ്ധമായിട്ട് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ തീരുമാനിക്കുക. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ പ്രോഗ്രസ് എങ്ങനെയായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഭാവി. ഒരു പക്ഷേ ഈ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ ട്രംപ് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം അദ്ദേഹത്തിന് സാധാരണഗതിയിൽ അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ സഖ്യരാജ്യങ്ങൾ കൂടെ കൂടാറുണ്ട്. നാറ്റോ സഖ്യരാജ്യങ്ങൾ കൂടെ കൂടാറുണ്ട്, യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ കൂടെ കൂടാറുണ്ട്. പക്ഷെ ഇവരെല്ലാം തന്നെ അതെ, ഇപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ട്രംപ് ഇത് നിങ്ങളുടെ യുദ്ധമായി, ഞങ്ങൾക്ക് അതിൽ പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പ്രഡിക്ഷൻ, ഈ 10 വർഷം വരെ അവിടെ തുടരാമെന്ന പ്രഡിക്ഷൻ എത്രത്തോളം സാധ്യമാണ് എന്നൊരു സംശയം നമുക്കുണ്ട്. പക്ഷേ ട്രംപ് ഒരു കറ തീർന്നൊരു ബിസിനസ്മാനാണ്. ഈ യുദ്ധവും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതിന് പിന്നിൽ ട്രംപിൻ്റെ സ്വന്തമായ ചില ബിസിനസ് താല്പര്യങ്ങളുണ്ട്. വിപണിയിൽ, ഓഹരി വിപണിയിൽ വലിയ കുതിച്ചുചാട്ടങ്ങളും കയറ്റിറക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഊഹക്കച്ചവടം, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് സ്വന്തമായി, അദ്ദേഹത്തിൻ്റെ മക്കളോ ഒക്കെയാണ് ഇപ്പോൾ ഈ ബിസിനസ് നടത്തുന്നത്, വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നേടുന്നുണ്ടാകാം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ യുദ്ധം ഇങ്ങനെ കുറച്ചുകൂടിയൊക്കെ നീണ്ടുപോട്ടെ എന്ന തീരുമാനത്തിൽ എത്തുന്നത്. ഏതായാലും സമാധാന ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അത് ഒരു പരിധിക്കപ്പുറം ഈ യുദ്ധം നീണ്ടുപോകുന്നത് ആർക്കും ഗുണകരമല്ല. ഇപ്പം നമ്മളടക്കം അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട്. അമേരിക്കയും ഇപ്പോൾ അവർ വലിയ കേമത്തം നടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു പരിധിക്കപ്പുറം അമേരിക്കയ്ക്കും ഈ യുദ്ധം തുടർന്നു പോകാൻ സാധിക്കില്ല എന്നാണ് നമ്മൾ പൊതുവിൽ വിലയിരുത്തുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രംപാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ നിന്ന നിപ്പിൽ നിലപാട് മാറ്റാനൊന്നും ഒരു മടിയുമില്ലാത്ത രാജ്യം. വെറും ഒരു ട്വിറ്റർ പോസ്റ്റ് കൊണ്ട് മാത്രം നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ അത്രയ്ക്ക് ഒരു ബുദ്ധിശൂന്യത കാണിക്കാൻ പ്രാപ്തനായ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇതുവരെ അമേരിക്കയുടെ ചരിത്രത്തിൽ അങ്ങനെ ആരും ഉണ്ടായിട്ടില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ട്രംപ് അത്തരക്കാരനായിപ്പോയി. അതുകൊണ്ട് അദ്ദേഹം എന്താണോ ഇനി ഇക്കാര്യത്തിൽ നിലപാടെടുക്കുന്നത്, പരമാവധി ഇറാനെ ഊറ്റാനാണ് തീരുമാനമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന 10-15 വർഷം ഒരു സമ്പൂർണ്ണ അധിനിവേശത്തിലേക്ക് അവിടെ പോകും. അങ്ങനെ അവസാനിക്കാത്ത യുദ്ധമാണ് വരുന്നതെങ്കിൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ നമ്മൾ പേറേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് IMF ഇത്തരത്തിലൊരു മാന്ദ്യത്തിൻ്റെ സാധ്യത പറഞ്ഞത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും എന്തായിരിക്കും അതിൻ്റെ സാധ്യതയെന്ന്.